വെച്ച ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ തീയൽ. ചെമ്മീൻ തീയൽ ഉണ്ടാക്കാൻ വേണ്ടി ഇതാ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് ഇപ്പം ഞാൻ കുറച്ച് ചട്ടി വെച്ചിട്ടുണ്ട്. ഇതാ ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, ഒരല്ലി വെളുത്തുള്ളി. ഒരുപാട് വെളുത്തുള്ളി ചെമ്മീൻ കറിക്ക് ചേർക്കുകയില്ല. പിന്നെ ഒരു 4 പച്ചമുളക്, കുറച്ച് കരിവേപ്പില, ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടതാണ്. പിന്നെ ഇതാ ഒരു തക്കാളി, പിന്നെ തേങ്ങ, ചുമന്നുള്ളി, പിന്നെ പെരിഞ്ജീരകം, ഇതെല്ലാം കൂടി വറുത്തരച്ച് വെച്ചതാണ് ഈ അരപ്പ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നതാണ്. ഫ്രിഡ്ജിൽ അരച്ച് വെച്ചേക്കുക. കുറേ നാളികേരം നമ്മൾ വറുത്തിട്ട് അങ്ങനെ അരച്ച് ഫ്രീസറിൽ വെച്ചാൽ കുറേ ദിവസം ഇരിക്കും. നമുക്ക് ആവശ്യത്തിന് ഇങ്ങോട്ട് എടുത്താൽ മതി. അങ്ങനെ അരച്ച് വെച്ചതാണ്. പിന്നെ ഇത് മഞ്ഞൾപ്പൊടി, ഇത് മുളക് പൊടി, ഇത് മല്ലിപ്പൊടി, വെളിച്ചെണ്ണ. അപ്പം നമ്മൾ നാട്ടിലാണ്, ദുബായിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഒന്നും ഇടലില്ലായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ണിന് പ്രശ്നമായിട്ടിരിക്കുക, അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടലില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. ശരിയാവട്ടെ. ചെമ്മീൻ ഞാൻ അരപ്പ് പുരട്ടി കവറിലാക്കി ഫ്രീസറിൽ വെച്ചിരിക്കുന്ന. ഇത് ആവശ്യത്തിന് എടുക്കും. ഇത് ഇത്രയും എടുക്കുകയില്ല. പിന്നെ പുളി ഒരു പീസ് കൊടുമ്പളി ചെറുതാക്കി മുറിച്ച് വെള്ളത്തിൽ ഇട്ടതായത്. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ പറഞ്ഞല്ലേ, ഇതിൽ കുറച്ച് കൊപ്പറയാണിത്. കൊപ്പറ ഇവിടെ തന്നെ തേങ്ങ ഉണക്കി ഉണ്ടാക്കിയ കൊപ്പറയാണ്. ഇനി നമുക്ക് ഉണ്ടാക്കുമ്പോൾ കാണാം. ചട്ടി വെച്ച് തീ കത്തിച്ച് ഞാൻ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. ഞാൻ അതിൽ കടുകും ഉലുവയൊന്നും ഇടില്ല. ഉലുവാപ്പൊടി ലേശം ലാസ്റ്റ് ഇടും. പക്ഷെ ഇപ്പോൾ ഉലുവയൊന്നും ചേർക്കില്ല. ഞാൻ ആദ്യം ഈ തേങ്ങ വന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കും. ഇത് കൊപ്പറ ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കും. ഇത് തക്കാളി, ഒരു തക്കാളി ഉള്ളത്. വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിക്കാം. ഞാൻ ഉപ്പിട്ടിട്ടില്ല ഇതിൽ. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയത്. ഈ കുറച്ച് വെച്ചിട്ടിട്ട് കൊടുക്കും. കൂടി ഇട്ട് കൊടുത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും. ജീരകം ഞാൻ അരപ്പിൻ്റെ കൂടെ അരച്ചിട്ടുണ്ട്. പെരിഞ്ജീരകം, ചെറിയ ജീരകം അരയ്ക്കണ്ട, പെരിഞ്ജീരകം കരിവേപ്പിലയും തേങ്ങയുടെ കൂടെ വറുത്തരച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിയും എല്ലാം കൂടിയാണ് നമ്മൾ അരപ്പിന് വേണ്ടി എടുക്കുന്നത്. വഴന്ന് വരട്ടെ. എന്നിട്ട് നമ്മൾ ഇത് അരപ്പും എല്ലാം കൂടി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ചെമ്മീൻ ഇട്ട് കൊടുക്കും. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു വറുത്തിട്ട് മിക്സിയുടെ പാത്രത്തിലിട്ട് അരച്ച് നന്നായിട്ട് അരച്ച്, ആദ്യം വെള്ളം തൊടാതെ അരയ്ക്കുക. പിന്നെ കുറച്ച് വെള്ളവും കൂട്ടി അരച്ചിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. ആ കുപ്പിയിലാക്കി ഫ്രീസറിൽ വെച്ചേക്കുന്നതാണ്. അതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു 3.5 ടേബിൾ സ്പൂൺ അരപ്പിങ്ങോണ്ട് എടുത്തിട്ടുണ്ട്. ബാക്കി ഇനിയും നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കും. ഇപ്പോൾ ഇതിലിട്ട് കൊടുത്ത് ചെമ്മീൻ ഒരുപാടൊന്നുമില്ല,
ഒരു 150-200 ഗ്രാം ചെമ്മീനേ ഉള്ളൂ. ഇനി ഉപ്പ് ചേർക്കാം. ഉപ്പ് ഞാൻ കുറച്ച് ചേർത്ത് ഇനി ആവശ്യത്തിന് പിന്നെ നമുക്ക് ചേർത്ത് വെക്കാം. നമ്മൾ ഇത്രയും വെള്ളം വയ്ക്കും. ഞങ്ങൾക്കിപ്പോൾ ഇതിൽ വറ്റിക്കണമെങ്കിലും വറ്റിക്കാം, പക്ഷെ ഇത്രയും ചാറയാവും. നമ്മൾ ഇത്രയും ചാറ വയ്ക്കുന്നത്. അതുപോലെ തേങ്ങ വറുത്തരച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ളപ്പം ചെമ്മീനും അതേപോലെ തന്നെ ഞങ്ങൾ ചെമ്മീനത് നുള്ളി എടുത്തിട്ട് അതിൻ്റെ എല്ലാം പോക്കിയിട്ട് അതിൽ പിന്നെ മുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം തേച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. എന്നിട്ട് സമയത്ത് എല്ലാം കൂടി വഴറ്റി കഴിഞ്ഞ് അതിലേക്ക് എടുത്തിടും. നേരത്തെ എടുത്ത് പുറത്ത് വയ്ക്കും. അങ്ങനെ ഉണ്ടാക്കുന്നത്. അന്നേരം പിന്നെ നമുക്ക് വേവാകുമല്ലോ. അതുപോലെ അരപ്പും നേരത്തെ ഉണ്ടാക്കി വെക്കും. തേങ്ങ വറുത്തരച്ച് അതിലിച്ചിരി കരിവേപ്പിലയും ഇച്ചിരി പെരിഞ്ജീരകവും ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ട് അതിന് മുളക് പൊടിയും മല്ലിപ്പൊടിയൊന്നും ചേർക്കണ്ട. നമുക്ക് പിന്നെ വയ്ക്കുന്ന സമയത്ത് മീൻ വയ്ക്കുന്ന സമയത്ത് ആ ഉള്ളി വഴറ്റുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും വഴറ്റിയെടുത്താൽ മതിയായിരുന്നു.